ഇന്നലെയായിരുന്നു ബി.ജെ.പി 20 ബി.ജെ.പി കൗൺസിലർമാർ ദൈവത്തിന്റെ പേരിൽ സത്യപ്രതിജ്ഞ ചെയ്തതിന്റെ പേരിൽ സത്യപ്രതിജ്ഞ അസാധുവാക്കിയത് 20 പേരുടെ. ഇന്നലെ തന്നെ അവർ വൈകുന്നേരമായപ്പോഴത്തേക്കും സത്യപ്രതിജ്ഞ വീണ്ടും ചെയ്തു. പക്ഷേ ഇന്ന് LDF പ്രവർത്തകർ ഈ 20 പേരും, അതായത് തിരുവനന്തപുരം കോർപ്പറേഷന് റീ എലക്ഷൻ വേണമെന്നും ഇപ്പോഴത്തെ ഇരിക്കുന്നവർ രാജിവെക്കണം എന്നുള്ളൊരു ആവശ്യമായിട്ട് ഇന്ന് LDF സർക്കാർ ഒരു സമരം നടത്തി. LDF ഒരു സമരം നടത്തി. അതിന്റെ പ്രതിഷേധമായിട്ട് കുറേ പ്രവർത്തകർക്ക്, അതായത് കൗൺസിലർമാർക്ക് ഉപദ്രവിക്കുകയും ചെയ്തു. അതായത് അവർക്ക് മേൽ ഉപദ്രവം നടന്നു. അപ്പം കയ്യേറ്റപരമായിട്ട് അല്ലെങ്കിൽ കയ്യേറ്റം ചെയ്തുകൊണ്ടുള്ള ഒരു പ്രതിഷേധത്തോട് എന്താണ് യോജിക്കുന്ന ഒരു കാര്യമാണോ? നമ്മുടെ തലസ്ഥാനത്തെ ഒരു ഭരണസിരാ കേന്ദ്രത്തിലാണ് ഇതുപോലെ ഒരു ഭരണ പ്രതിസന്ധി അരങ്ങേറുന്നത്. അതായത് ഇപ്പോൾ ഉടനെ തന്നെ ഒരു അട്ടിമറി സംഭവിക്കാൻ സാധ്യതയുണ്ട് നമ്മുടെ തിരുവനന്തപുരം കോർപ്പറേഷനിൽ. കാരണം ആ ഒരു കോർപ്പറേഷൻ്റെ ഭരണം പിടിച്ച BJPയുടെ 20 പേരുടെയും ആ ഒരു സത്യപ്രതിജ്ഞ അസാധുവാക്കിയിരിക്കുകയാണ് ഹൈക്കോടതി. അതിൻ്റെ തൽഫലമായിട്ടാണ് അവരുടെ അധികാരം നഷ്ടപ്പെടുന്ന ഒരു രീതിയിലേക്ക്, അല്ലെങ്കിൽ ഈ ഒരു രാഷ്ട്രീയ അവസ്ഥ എത്തിയിരിക്കുന്നത്. 2 ആഴ്ചയ്ക്ക് ശേഷം, അതായത് 2 ആഴ്ച സമയമുണ്ട് നിങ്ങൾക്ക്, എന്ന് വേണമെങ്കിലും നിങ്ങൾക്ക് സത്യപ്രതിജ്ഞ ചെയ്യാമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചെങ്കിലും അത് അധികം ഒരു 24 മണിക്കൂറിനുള്ളിൽ അല്ലെങ്കിൽ വെറും മണിക്കൂറുകൾക്കുള്ളിലാണ് ഈ ഒരു 19 പേർ, ഒരു കൗൺസിലർ ഇല്ല, വാഴവട്ടുകോണത്തെ ആ ഒരു കാപ്പ കേസിൽ പ്രതിയായ ആ സുഗതൻ ഇപ്പോൾ കാപ്പ കേസിൽ സെൻട്രൽ ജയിലിൽ അകത്താണ്. ഇപ്പോൾ ആ ഒരു സുഗതൻ ഒഴികെ 19 പേരാണ് ഇന്നലെ തിടുക്കപ്പെട്ട് പുനർസത്യപ്രതിജ്ഞ ചെയ്തത്. പക്ഷേ അതിലും അപാകത കണ്ടെത്തി അപ്പീൽ നൽകിയിരിക്കുകയാണ് LDF. അപ്പോൾ ഇവരെ ഒരു കാരണവശാലും ഈ ഒരു അധികാരത്തിൽ തുടരാൻ സമ്മതിക്കില്ല എന്നുള്ള ദൃഢനിശ്ചയത്തോടെയാണ് നിയമത്തിൻ്റെ നൂലാമാലകൾ ഇഴകീറി പരിശോധിച്ച് ഓരോ ആരോപണങ്ങളും ഉന്നയിക്കുന്നത്. അങ്ങനെ ഇന്നായപ്പോൾ, അതായത് ഇന്ന് ആ ഒരു സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം പിറ്റേ ദിവസമായി ഇന്നായപ്പോൾ LDF ഒരു ഉപരോധം സംഘടിപ്പിച്ചിരിക്കുകയാണ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ. അതായത് ഈ ഒരു കേവല ഭൂരിപക്ഷം പോലും ഇല്ലാത്ത, അല്ലെങ്കിൽ കേവല ഭൂരിപക്ഷം നഷ്ടപ്പെട്ട BJP ഭരണസമിതിയിൽ നിന്ന് രാജിവെക്കണം, എന്നിട്ട് ഉപതെരഞ്ഞെടുപ്പ് നടത്തണം. ഒരുപക്ഷെ ഈ ഉപതെരഞ്ഞെടുപ്പ് നടത്തിയാൽ ഈ LDFന് അല്ലെങ്കിൽ CPMന് നഷ്ടപ്പെട്ട തങ്ങളുടെ അധികാരം തിരിച്ചു കിട്ടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എന്ത് കഷ്ടപ്പെട്ടായാലും ഏത് വിധേനയും BJP തങ്ങളുടെ ആ ഒരു അധികാരം നഷ്ടപ്പെടുത്താൻ ഒരു കാരണവശാലും സമ്മതിക്കില്ല. ഏതൊക്കെ സാധ്യതകൾ തേടാൻ സാധിക്കുമോ, അല്ലെങ്കിൽ ഏതൊക്കെ പോസിബിലിറ്റീസ് ശ്രദ്ധിക്കുമോ അതെല്ലാം ചെയ്തു കൂട്ടേണ്ട ഒരു ഉത്തരവാദിത്വം ഇപ്പോൾ BJPക്കുണ്ട്. ഇപ്പോൾ ഇതിനു മുമ്പ്, അതായത് ഈ ഒരു കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലാണ് ഈ ഒരു BJP ഒരു വലിയൊരു ഭൂരിപക്ഷത്തോടെ തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചത്. അതിനു മുമ്പ് LDF ആയിരുന്നു. അവരുടേതായിട്ടുള്ള വിരുദ്ധവും, അല്ലെങ്കിൽ മുൻ മേയറായ ആര്യ രാജേന്ദ്രനുള്ള ഒരു വിരുദ്ധ വികാരം കൊണ്ട്, അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള ഒരു പാർട്ടിയുടെയും അല്ലെങ്കിൽ നാട്ടുകാരുടെയും ഒരു എതിർപ്പ് കൊണ്ട് അവർക്ക് ആ ഒരു സീറ്റ്, അല്ലെങ്കിൽ ആ ഒരു സീറ്റ് ഭൂരിഭാഗവും നഷ്ടപ്പെടുകയായിരുന്നു. അങ്ങനെയാണ് BJPക്ക് അധികാരം ലഭിക്കുന്നത്. ഇപ്പോൾ CPMനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു സുവർണാവസരമാണിത്. അവരെങ്ങനെയെങ്കിലും താഴെ ഇറക്കി തങ്ങളുടെ നഷ്ടപ്രതാപം, അതായത് തലസ്ഥാനത്തെ ഭരണസിരാ കേന്ദ്രത്തിൽ പിടിമുറുക്കിയാൽ തങ്ങൾക്ക് എന്താ പറയുക, സംസ്ഥാനത്തൊരു ആധികാരികതയുണ്ട്. ആ ഒരു ആധികാരികത അന്ന് ആ ഒരു തദ്ദേശ ഭരണ തിരഞ്ഞെടുപ്പിൽ നഷ്ടപ്പെട്ടിരുന്നു. ഇപ്പോൾ അത് തിരിച്ചു പിടിക്കാൻ ഏത് വിധേയനും തിരിച്ചു പിടിക്കും എന്നുള്ളൊരു വാശിയോടെയാണ് ഇപ്പോൾ ഈ ഒരു കോർപ്പറേഷനിൽ നടന്ന ആ ഒരു സമര പരിപാടികളും, അല്ലെങ്കിൽ അതിനെ ചൊല്ലിയുണ്ടായ വാക്കേറ്റവും മർദ്ദനവും കാര്യങ്ങളുമെല്ലാം. ഇപ്പോൾ പറഞ്ഞല്ലോ 19 പേരെയാണ് ഇന്നലെ തന്നെ സത്യപ്രതിജ്ഞ ചെയ്തത്. ഒരാൾ ഇല്ല, കാരണം കാപ്പ കേസ് പ്രതി സുഗതൻ അറസ്റ്റിലാണ്. പക്ഷേ ഇപ്പോൾ മേയർ എന്ന് പറഞ്ഞൊരു പ്രസ്താവനയാണ്, അതായത് ഏത് വിധേനയും പാർട്ടി അദ്ദേഹത്തെ പുറത്തിറക്കി, ഈ 2 ആഴ്ച സമയമുണ്ടല്ലോ, 2 ആഴ്ചക്കുള്ളിൽ എപ്പോഴെങ്കിലും കൊണ്ടുവന്ന് ഞങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്യിക്കുമെന്ന്. ഇപ്പോഴും അവർ ഒരു കാപ്പ കേസ് പ്രതിയെ സംരക്ഷിക്കാൻ കാണിക്കുന്ന ഒരു വ്യഗ്രതയാണ് മനസ്സിലാവാത്തത്. ഈ കൊലക്കേസ് പ്രതിയും ബലാത്സംഗ കേസ് പ്രതിയും ജയിലിൽ നിന്നിറങ്ങി സത്യപ്രതിജ്ഞ ചെയ്തിട്ടുണ്ട്. ഇവിടെയല്ല, അങ്ങ് നോർത്തിൽ. അത് ഇത് UP ഒഡീഷയോ അല്ലെങ്കിൽ അതുപോലെ മഹാരാഷ്ട്രയൊന്നുമല്ലോ, കേരളമാണ്. അതുകൊണ്ട് തന്നെ ഈ ഹൈക്കോടതിയെ വെല്ലുവിളിച്ച്, അല്ലെങ്കിൽ കോടതി വിധിയെ വെല്ലുവിളിച്ച് ഈ ഒരു സുഗതനെ പുറത്തിറക്കി സത്യപ്രതിജ്ഞ ചെയ്ത് കോറം തികയ്ക്കുമെന്ന ഒരു BJP പ്രവർത്തകനും മേയറുമായ VV രാജേഷിൻ്റെ ആ ഒരു വെല്ലുവിളി അത് വെറും പാഴ്വാക്കായിട്ട് അവശേഷിക്കുന്നു. കാരണം
ഈ ഒരു സുഗതനെതിരെ 1-2 കേസല്ല, അതും ചുരുങ്ങിയ കേസ്, പെറ്റി കേസുകളൊന്നും അല്ലല്ലോ, ക്രിമിനൽ കേസാണ്. അതും വധഭീഷണി അല്ലെങ്കിൽ വധശ്രമം, കൂടെ സെക്യൂരിറ്റിയെ ഭീഷണിപ്പെടുത്തി ഉൾപ്പെടെ ഒരുപാട് കേസുകൾ നിലനിൽക്കുന്നത് കൊണ്ടാണ് ഈ ഒരു കാപ്പ ചുമത്തി ജയിലിലിട്ടിരിക്കുന്നത്. അത് മാത്രമല്ല, ഈ ഒരു വി രാജേഷിൻ്റെ അറിവോട് തന്നെയാണ് സുഗതൻ്റെ ആ പോലീസ് കേസുകളെല്ലാം അയച്ച് ഇലക്ഷന് മത്സരിപ്പിക്കുകയും അവരെ ജയിപ്പിച്ചെടുക്കുകയും ചെയ്തത്. അപ്പോൾ ഇതിന് ഒരു വ്യക്തമായ ഒരു പങ്ക് വി രാജേഷിന് ഉണ്ട്. അപ്പോൾ ഈ സുഗതൻ്റെ ഒരു പുറത്തിറങ്ങൽ ഈ ഒരു BJPക്ക് എന്തുകൊണ്ട് നിർണായകമാണ്. കാരണം അവർക്ക് കോറം തികച്ചില്ലെങ്കിൽ ആ ഒരു നഗരസഭ കോർപ്പറേഷൻ ഭരണം നിലംപൊത്തുകയും BJPക്ക് അധികാരം നഷ്ടപ്പെട്ട് പിന്നെയും അല്ലെങ്കിൽ ഏത് ഭരണപക്ഷത്ത് നിന്നും പ്രതിപക്ഷത്തേക്ക് ഇരിക്കേണ്ടിയും വരും. അതുകൊണ്ട് ഒരു ജീവൻ മരണ പോരാട്ടത്തിലാണ് വി രാജേഷ് ആ ഒരു ആവേശത്തിലാണ് അങ്ങനെ പറഞ്ഞത്. പക്ഷേ ഈ ഒരു സുഗതൻ്റെ കാപ്പ കേസ് സർക്കാർ കൂടി ഒരു അംഗീകരിച്ചോടെ, അല്ലെങ്കിൽ അതിന് സർക്കാർ അനുമതി നൽകിയതോടെ അതിന് ആ വാലിഡിറ്റി കുറച്ചുകൂടി കൂടുകയാണ്. ഒരു കാരണവശാൽ ഇപ്പോൾ ഒരു പ്രതിയെ കാപ്പ ചുമത്തി ജില്ലയിൽ നിന്ന് പുറത്താക്കിയിരുന്നിരിക്കട്ടെ, അയാൾക്ക് തിരിച്ച് ജില്ലയിലേക്ക് പ്രവേശിക്കണമെങ്കിൽ എങ്ങനെ കളിച്ചാലും ഒരുപാട് നിയമങ്ങളുടെ നൂലാമാലകളും കാര്യങ്ങളും എല്ലാം അത് മറികടക്കേണ്ടി വരും. ഇപ്പോൾ സുഗതൻ പറയുകയാണ്, ഞാൻ എൻ്റെ കേസുകളെല്ലാം മറച്ചു വെച്ചാണ് ഇവിടെ ഇലക്ഷൻ മത്സരിച്ചത്. അങ്ങനെ ഇലക്ഷൻ മത്സരിച്ച് ഞാൻ വിജയിച്ചതിന് ശേഷം എന്നെ പോലീസ് ഈ ഒരു വാറണ്ട് വന്നതിൻ്റെ പേരിൽ എന്നെ പോലീസ് പിടികൂടുകയായിരുന്നു. അന്ന് പോലീസിനെ പിടികൂടാൻ വന്ന SHO ഉൾപ്പെടെ എല്ലാവരെയും ഞാൻ കൊലപ്പെടുത്താൻ ശ്രമിച്ചു. അത് മാത്രമല്ല, ഇപ്പോൾ എൻ്റെ പാർട്ടി ഇപ്പോൾ അല്ലെങ്കിൽ എൻ്റെ ആ ഒരു ഞാൻ അധികാരത്തിലിരിക്കുന്ന ഭരണസമിതി ഇപ്പോൾ പ്രതിസന്ധിയിലാണ്. എനിക്ക് സത്യപ്രതിജ്ഞ ചെയ്യണമെന്ന് കോടതിയിൽ അപ്പീൽ നൽകിയ കോടതി എന്തായിരിക്കും പറയുക? അല്ലെങ്കിൽ സാധാരണക്കാരൻ എന്തായിരിക്കും ആ ഒരു കോടതി, ഈ ഒരു അപ്പീൽ പരിഗണിക്കുന്ന കോടതിയെക്കുറിച്ച് വിചാരിക്കുക? എന്ത് ന്യായമായിരിക്കും സുഗതൻ ഈ ഒരു പുറത്തേക്ക് അല്ലെങ്കിൽ പ്രതിജ്ഞ ചെയ്യാൻ വേണ്ടി ബെയിൽ ആപ്ലിക്കേഷന് വേണ്ടി അപേക്ഷിക്കുക? ഇതെല്ലാമാണ് നമുക്കിനി വരും ദിവസങ്ങൾ കണ്ടറിയേണ്ടത്. ഇപ്പോൾ ഈ ഒരു 14 ദിവസം അല്ലെങ്കിൽ 20 ദിവസത്തിനുള്ളിൽ പുനഃപ്രതിജ്ഞ ചെയ്തില്ലെങ്കിൽ സുഗതൻ്റെ ആ ഒരു കൗൺസിലർ സ്ഥാനം, പദവി നഷ്ടപ്പെടും. അതുപോലെ തന്നെ BJPയുടെ അധികാരം നിലപൊത്തുകയും ചെയ്യും. ഇപ്പം നമുക്കറിയാം, കുറച്ച് വർഷങ്ങളായിട്ട് ഈ തിരുവനന്തപുരം കോർപ്പറേഷൻ എന്ന് പറഞ്ഞാൽ LDFൻ്റെ ഒരു കോട്ട തന്നെയായിരുന്നു. ഒരു പക്ഷേ ആര്യ രാജേന്ദ്രൻ്റെ ആ ഒരു മണ്ടത്തരം കാരണമായിരിക്കും ഈ പ്രാവശ്യം ആ ഒരു ഇത് പോയത്, ആ കോട്ട തകർന്നത് തന്നെ. അപ്പോൾ വീണ്ടും ഈ BJP ഇവിടെ വീണ്ടും ഇലക്ഷന് വേണ്ടി, അതായത് ഈ ഇലക്ഷൻ വേണ്ടാന്ന് വെച്ച് വീണ്ടും ഇലക്ഷൻ ഇവിടെ മത്സരിച്ച് വീണ്ടും റീഇലക്ഷൻ വന്നാൽ BJPക്ക് ജയിക്കാനുള്ള സാധ്യതയുണ്ടോ? അതോ LDF പിന്നെയും കയറാനുള്ളൊരു അവസരമായിരിക്കുമോ? അതായത് ഈ കഴിഞ്ഞ ഒരു 6-7 മാസങ്ങൾ കൊണ്ട് BJP എന്ത് ചെയ്തു എന്നതനുസരിച്ചിരിക്കും അവർ തുടരുമോ അതോ തിരിച്ച് CPMന് അല്ലെങ്കിൽ LDFൻ്റെ ഭരണസമിതി ഈ ഒരു കോർപ്പറേഷൻ ഭരണം തിരിച്ചു പിടിക്കുമോ എന്നതിൽ ഒരു വ്യക്തത വരാൻ. അതായത് ഇപ്പോൾ ഒരു 10-15 വർഷത്തോളം അല്ലെങ്കിൽ അതിൽ കൂടുതലായി CPM കൈയാളിക്കൊണ്ടിരുന്ന ഒരു കോർപ്പറേഷനാണ് തിരുവനന്തപുരം. ആ ഒരു തലസ്ഥാനത്തെ ഏറ്റവും കൂടുതൽ CPMന് ആധിപത്യം ഉണ്ടായിരുന്ന ഒരു ഭരണസിരാ കേന്ദ്രമാണ്. ആ ഒരു ഭരണസിരാ കേന്ദ്രം കൈവിട്ടതോടെ ആ ഒരു തിരുവനന്തപുരത്തെ ഈ പാർട്ടിയുടെ ആ ഒരു പ്രാതിനിധ്യം തന്നെ കൈവിട്ടുപോയി. അവർക്ക് ഏറ്റവും വലിയ കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ അടിയാണ് ആ ഒരു കോർപ്പറേഷൻ കൈവിട്ടുപോയത്. അപ്പോൾ ഈ പറയുന്ന ആര്യ രാജേന്ദ്രൻ്റേതായിട്ടുള്ള ഭരണ പരിഷ്കാരങ്ങളോ അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള ഇടപെടലുകളോ അല്ലെങ്കിൽ നഗരത്തിൽ ചെയ്യാത്ത വികസനങ്ങളുടെ പേരിലാണ് തങ്ങൾക്ക് ഈ ഒരു അധികാരം നഷ്ടപ്പെട്ടത്. പക്ഷേ ഇവർക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത് BJPയുടെ ഭരണത്തിൻ്റെ കുറവുകൾ, അതായത് കൂടാതെ ഈ സുഗതൻ്റെ കാപ്പ കേസ് അത് മറച്ചു വെച്ചതും പിന്നെ കോർപ്പറേഷനിൽ ഇന്നുണ്ടായ സംഘർഷം, ഇതെല്ലാം ചൂണ്ടിക്കാണിച്ചാവും ഇനി ഇവർ അധികാരത്തിലേക്ക് വരാൻ ശ്രമിക്കുക തന്നെ. തിരുവനന്തപുരത്തെ ആ ഒരു കോർപ്പറേഷൻ പിടിച്ചാൽ CPMൻ്റെ ശക്തമായിട്ടുള്ള ഒരു തിരിച്ചുവരവിനായിരിക്കും നമ്മുടെ ഈ രാഷ്ട്രീയ കേരളം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്.